ഇനി ജ്വലിക്കുന്ന രക്തതാരകം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു. വിപ്ലവ സൂര്യന് അന്ത്യയാത്രയേകാൻ എത്തിയത് പതിനായിരങ്ങൾ. റോഡ് വികസനത്തിന് 10 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടും വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ച വയോധികയായ വീട്ടമ്മയോട് അധികൃതരുടെ ക്രൂരത. വലക്കാവ് ചാലാമ്പാടം നിരപ്പിലാവുങ്കൽ സൂസമ്മ തോമസിനാണ് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വഴിയടച്ചത്. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. കർക്കിടക വാവുബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. ഇരിങ്ങാലക്കുട ഡാണ ചന്തക്കുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. കുന്നുകുളം കണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു. അമ്പലത്തിങ്കൽ വീട്ടിൽ ശാരദയുടെ 1.5 പവന്റെ മാലയാണ് കവർന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. VS ഇനി ജ്വലിക്കുന്ന രക്തതാരകം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു. വിപ്ലവ സൂര്യന് അന്ത്യയാത്രയേകാൻ എത്തിയത് പതിനായിരങ്ങൾ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. കോരിച്ചൊരിഞ്ഞ മഴയിലും ഇടിമുഴക്കം പോലെ പെയ്തിറങ്ങിയ മുദ്രാവാക്യങ്ങളെയും അലകടലായി ഒഴുകിയെത്തിയ ജനസാഗരത്തെയും ആർത്തിരമ്പിയ അറബിക്കടലിനെയും സാക്ഷിയാക്കിയാണ് കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ പുന്നപ്ര വയലാർ സമരപോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ എരിഞ്ഞടങ്ങിയത്. 1 നൂറ്റാണ്ട് പിന്നിട്ട ആ ജീവിത വിസ്മയം പകർന്ന സമാനതകളില്ലാത്ത പോരാട്ട വീര്യം കാലം എത്ര കഴിഞ്ഞാലും കേരള ജനതയ്ക്ക് മുന്നിൽ അണയാത്ത ഊർജദായകമായ തിരുനാളമായി ഇനിയും ഉദിച്ചു തന്നെ നിൽക്കും. അതിന് തെളിവാണ് VS എന്ന സമരനായകന് കേരളം നൽകിയ വീരോചിത യാത്രയയപ്പ്. കാലവും നേരവും നോക്കാതെ അവശതകൾ മറന്ന് രാത്രിയെ പകലാക്കി ആയിരങ്ങളാണ് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ജന്മനാട്ടിലേക്കടക്കം ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടുകളോളം കർമ്മമണ്ഡലമായിരുന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു രാവും ഒരു പകലുമെടുത്ത നീണ്ട 22 മണിക്കൂറുകൾക്ക് ശേഷമാണ് VSന്റെ അന്ത്യയാത്ര ജന്മനാടായ പുന്നപ്രയിലെത്തിയത്. വഴിയോരങ്ങളിൽ അത്രയും കാത്തുനിന്നത് സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ജനസഞ്ചയമായിരുന്നു. അതും കടന്ന് പിറന്ന മണ്ണിലേക്കെത്തിയ VSനെ സ്വീകരിച്ചത് മനുഷ്യക്കടലും. മുൻകൂട്ടി നിശ്ചയിച്ച സമയങ്ങൾ അത്രയും കാതങ്ങൾക്ക് മുൻപേ കഴിഞ്ഞിരുന്നതിനാൽ കാത്തുനിന്ന ഓരോ മനുഷ്യരുടെയും അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ പോലും കാത്തു നിൽക്കാതെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും VSന് മടങ്ങേണ്ടി വന്നു. പിന്നീട് മതികെട്ടാൻ മലയും ശബരിമലയും നടന്നു കയറിയ കണക്കെ ചുറ്റും കൂടിയവർക്കിടയിലൂടെ VS മെല്ലെ താൻ വളർത്തിയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും എത്തി. ഇവിടങ്ങളിലും അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവരുടെ നീണ്ട നിരയായിരുന്നു. ഒടുവിൽ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി വിപ്ലവ സ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാടിൽ രക്തപതാക പുതച്ചെത്തിയ കേരളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജനനായകനെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒപ്പമുണ്ടായിരുന്ന പഴയ സഖാക്കൾ അന്തിയുറങ്ങുന്ന അതേ മണ്ണിലൊരുക്കിയ ചിത ഏറ്റുവാങ്ങി.
ജ്വലിക്കുന്ന ഓർമ്മയായി VS മാറുമ്പോഴും വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ ആയിരങ്ങളുടെ ഖണ്ഡനാദത്തിൽ നിന്നും ഇടിമുഴക്കം പോലെ ഉയർന്നു കേട്ടത് ഒന്നു മാത്രമായിരുന്നു. ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, സഖാവ് VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ലാൽ സലാം സഖാവേ. റോഡ് വികസനത്തിന് 10 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടും വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ച് വയോധികയായ വീട്ടമ്മയോട് അധികൃതരുടെ ക്രൂരത. വലക്കാവ് ചാലമ്പാടം നിരപ്പിലാവുങ്കൽ സൂസമ്മ തോമസിനാണ് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. പൊതുമരാമത്ത് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും കുടുംബം. നടത്തറ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ചാലാപ്പാടം കൂട്ടാല ശ്രീധരിപ്പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് സൂസമ്മയുടെ വീടിന്റെ മുൻവശം 9 അടിക്ക് മുകളിൽ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അടച്ചുകെട്ടിയത്. 2 അടി മാത്രമേ റോഡ് ഉയർത്തി നിർമ്മിക്കുകയുള്ളൂ എന്ന ഉറപ്പിലാണ് വീടിന്റെ മുറ്റത്തിന്റെ 1/4 ഭാഗം ഉൾപ്പെടെയുള്ള 9.5 സെന്റിലധികം ഭൂമി സർക്കാരിന് വിട്ടു നൽകിയത്. 3 വർഷം മുൻപ് ഭർത്താവ് തോമസും 9 മാസം മുൻപ് മൂത്ത മകൻ ബെന്നിയും മരിച്ച സൂസമ്മയ്ക്ക് ഇപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം വീടിന് മുന്നിൽ വൻമതിൽ തീർത്ത് ക്രൂരത കാട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ചതിക്കപ്പെടുമായിരുന്നെങ്കിൽ സ്ഥലം വിട്ടു നൽകില്ലായിരുന്നുവെന്ന് സൂസമ്മ തോമസ് പറഞ്ഞു. റോഡിന് വേണ്ടി 9.5 സെന്റ് സ്ഥലം കൊടുത്തു. അത് അന്ന് എഴുതി കൊടുത്തപ്പോൾ അവര് പൊക്കം റോഡിന് ഇത്ര ഇല്ല എന്ന് പറഞ്ഞു, 22 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്. അപ്പോൾ പണിത് വന്നപ്പോഴാണ്, അപ്പുറത്ത് പണിതപ്പോഴും ഇത്ര അറിഞ്ഞില്ല, ഇവിടെ കമ്പി വെച്ചപ്പോഴാണ് ഇത്ര പൊക്കം ഉണ്ടെന്ന് അറിയണേ. അത് ചോദിച്ചപ്പോഴും അവരും പൊക്കം ഇത്ര ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലായിരുന്നു. അപ്പൊ ഞാനെങ്ങനെ പുറത്തിറങ്ങും? സൂസമ്മ ഇതിനോടകം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, ജില്ലാ കളക്ടർ, നടത്തറ പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരാതി അന്വേഷിക്കാൻ നിയോഗിക്കുന്നത് പണിക്ക് നേതൃത്വം നൽകുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തന്നെയാണ് എന്നതിനാൽ സർക്കാരിന് അനുകൂലമായാണ് ഇദ്ദേഹം റിപ്പോർട്ട് നൽകുന്നത്. മക്കൾക്ക് എഴുതിക്കൊടുത്ത ഇരുവശത്തുമുള്ള ഭൂമി വിട്ടുതന്നാൽ റോഡ് നിർമ്മിച്ചു നൽകാമെന്ന വിചിത്രവാദമാണ് പഞ്ചായത്ത് ഉന്നയിക്കുന്നത്. ഇതൊരിക്കലും പ്രാവർത്തികമായ കാര്യമല്ലെന്നും വെള്ളം കയറുന്ന ഭാഗത്ത് പാലം ഉയർത്തി നിർമ്മിക്കാതെ അനാവശ്യമായിട്ടാണ് ഇവിടെ റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതെന്നും മരുമക്കളായ ഷീബയും ലിൻഡോയും പറയുന്നു. ഇതിൽ കൂടെ എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കണേ, ഇതിൽ കൂടെ ഞങ്ങൾക്ക് എങ്ങനെ വൈകിട്ട് ഞങ്ങൾക്കൊരു വണ്ടി ഇതിൽ കൂടെ ഇറക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഹൈറ്റിൽ ഇനിയും മേളിലേക്ക് പണിയാൻ കിടക്കുകയാണ്. അവർ പറയണ അഭിപ്രായത്തോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിതിന് മുമ്പുള്ള എഞ്ചിനീയറിനെ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ നിലവിൽ പുതിയ ടീമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴും അവർ നമ്മളോട് 72 സെൻറ്റിമീറ്ററാണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്. പക്ഷേ കമ്പി വെച്ചതിന് ശേഷമാണ് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര ബുദ്ധിമുട്ടാണ് നമുക്കെന്നുള്ളത് അറിഞ്ഞത്. 2 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല. അത് തൊട്ട് പോസ്റ്റിൻ്റെ താഴെ വരെ വെള്ളം കയറിയിട്ടുള്ളൂ. വെള്ളം കയറുന്നത് ശ്രീധരിയുടെ അപ്പുറത്തേക്ക്. അവിടെ ഉയർത്താണ്ട് ഒരാവശ്യമില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നതെന്നാണ്. ഭൂമി വിട്ടുകിട്ടാൻ ദിനവും വീട്ടിൽ കയറിയിറങ്ങിയ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഇന്ന് താങ്കളുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറല്ലെന്നാണ് വൃദ്ധമാതാവിന്റെ പരാതി. നിലവിൽ ഒരു വീടിനെ അടച്ചുകെട്ടി വീട്ടുകാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും കിണറടക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്നും വാർഡ് മെമ്പർ TP മാധവൻ പറയുന്നു. പഞ്ചായത്തുകാരോട് പറയുമ്പോൾ പഞ്ചായത്തുകാർ എന്ന് പറയുന്നത് റോഡ് അടച്ചു കിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കിണർ പോവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ കിണറും പോവും. അതുപോലെ തന്നെ ഇവരുടെ 9 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും റോഡിന് വേണ്ടിയിട്ട് 3.5 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ പറമ്പിൽ കൂടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു റോഡ് പണിയാന്നാണ് പറയുന്നത്. വളരെ ജനദ്രോഹമായ ഇതാണ് ആ വീട്ടുകാരോട് ചെയ്യുന്നത്. ഇവരുടെ വീടിന് എതിർവശത്തുള്ള ബന്ധുക്കളുടെ ഭൂമി വാങ്ങി നൽകാമെന്ന് ഇവർ അധികാരികളോട് പറഞ്ഞിട്ട് പോലും അതൊന്നും ചെവിക്കൊള്ളാതെ പ്രതികാര ബുദ്ധിയോടെയാണ് അധികാരികളുടെ റോഡ് നിർമ്മാണമെന്ന് ആക്ഷേപം. TCV ന്യൂസ്, തൃശൂർ. ഗുരുപവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്നുള്ള മാലിന്യം കിഴക്കേ നടപ്പുര വരെ എത്തി. ചെരുപ്പിടാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഇത് ചവിട്ടാതെ പോകാനാകാത്ത സ്ഥിതിയായി. ഇതുമൂലം GUP സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലായി. ദുർഗന്ധം മൂലം സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ ഉള്ളവരും വ്യാപാരികളും ബുദ്ധിമുട്ടിലായി. അഴുക്കുചാൽ പദ്ധതിയിലേക്ക് ബന്ധിപ്പിക്കുന്ന അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിലെ സൈഡ് ചേംബറിൽ നിന്നാണ് മാലിന്യം പുറത്തേക്കൊഴുകിയത്. വാട്ടർ അതോറിറ്റിയുടെ അഴുക്കുചാൽ ലൈനിൽ ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഓവർഫ്ലോ ആയതാണെന്ന് സ്ഥാപനോടമ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാട്ടർ അതോറിറ്റിയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ.
കർക്കിടക വാവുബലി നാളെ. തർപ്പണത്തിനായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്തെ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 1000 പേർക്ക് വരെ ഒരേ സമയം ഇവിടെ ബലിയിടാൻ കഴിയും. രാവിലെ 10 വരെ ബലിയിടൽ ചടങ്ങുകൾക്ക് സൗകര്യമുണ്ടായിരിക്കും. തൃപ്രയാർ ക്ഷേത്രക്കടവിൽ പുലർച്ചെ 4:30 മുതൽ 10 വരെ ബലിതർപ്പണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ 3:30 ആരംഭിക്കും. ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണത്തിന് സൗകര്യം ഉണ്ടാകും. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ അവസാനിക്കും. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 വരെ ബലിതർപ്പണം നടക്കും. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 2 മണിയോടെ ആരംഭിക്കും. വന്നെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ് ശാന്തിഘട്ടിൽ പുലർച്ചെ 4-നാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരേ സമയം 300ഓളം പേർക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ പുലർച്ചെ 4-ന് തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. TCV തൃശൂർ. കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ക്രമസമാധാന പാലനത്തിനായി 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മതിയായ വെളിച്ചം, മുന്നറിയിപ്പ് ബോർഡുകൾ, മൈക്കിലൂടെയുള്ള സുരക്ഷാ അറിയിപ്പുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സ്കൂബ സംഘം, രക്ഷാപ്രവർത്തന സംഘം, ആംബുലൻസ് എന്നിവ ഉറപ്പുവരുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കൂടുതൽ വനിതാ പോലീസിനെയും പിങ്ക് പോലീസ് പട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മള് പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് 1 വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുവശത്തു നിന്നും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. 100 ദിവസത്തിനകം പണികൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വലിച്ചതൊഴിച്ചാൽ വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കുകയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യാനൊരുങ്ങുന്നതിനാൽ കുഴികൾ അടയ്ക്കാനുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രധാനപ്പെട്ട പൂതംകുളം മുതൽ സെന്റ് ജോസഫ്സ് കോളേജ് വരെയുള്ള ടാണ ചന്തക്കുന്ന് റോഡ് 4 വരി വീതിയിൽ വികസിപ്പിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അനുമതിയായതായും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും KSTP അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാത 2 വരിയിലാണ് നിലവിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി താമരപ്പള്ളി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. റോഡിന്റെ വശങ്ങളിലെ താഴ്ചയും സീബ്ര ലൈനുകളില്ലാത്തതും കാരണം അപകടങ്ങൾ പതിവായി. മൂന്ന് മാസം മുമ്പ് ടാറിംഗ് കഴിഞ്ഞ റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇരുവശങ്ങളിലും റോഡും നിലവും തമ്മിൽ 7 ഇഞ്ചിന്റെ അകലമുണ്ട്. ചിലയിടത്തിത് 1 അടിയോളമാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾ റോഡിലേക്ക് കയറുമ്പോൾ ഇവിടെ കുണ്ടായ കാരണം റോഡിലേക്ക് കയറുന്ന നേരത്ത് പെട്ടെന്ന് വണ്ടി ചെരിയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ റോഡിന്റെ പിന്നെ ഫുട്പാത്തും ലെവല് വളരെ വ്യത്യാസമുണ്ട്. ഒരു അരടിയിലൊക്കെ വ്യത്യാസങ്ങൾ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് മഴക്കാലമായതുകൊണ്ടും
പല ഭാഗത്തും വിദ്യാർത്ഥികളായ കുട്ടികൾ ധാരാളം ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അവർക്ക് പോകുമ്പോൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവർ കാല് വെക്കുന്നത് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് ആയതുകൊണ്ട് കാലെത്താതെ വരികയും വെള്ളത്തിൽ അല്ല മറ്റടുത്ത് വീണ് പരുക്ക് ഏൽക്കുകയും നിത്യ സംഭവങ്ങളാണ്. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂൾ, VR അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇവിടങ്ങളിലായി 2000-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. സ്കൂളുകൾക്ക് മുന്നിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. ഞങ്ങളെ ഉമ്മ സ്കൂളിലേക്ക് ആക്കാനും സ്കൂളിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉമ്മ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇത് തന്നെയാണ് അനുഭവം. അപ്പോൾ ഞങ്ങൾ വീഴാനൊക്കെ പോവാറുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനും MLAക്കും ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സെന്റ് തെരേസാസ് സ്കൂൾ PTA പ്രസിഡന്റ് ആൻസൺ ആൻഡോ പറഞ്ഞു. റോഡിന്റെ 2 എഡ്ജും ഭയങ്കര ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സൈഡിൽ കുട്ടികൾ വന്നിട്ട് സൈക്കിളിൽ ഇറങ്ങുന്നവരും ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളും വന്നൊക്കെ ഇറങ്ങുന്നവരൊക്കെ വിടാനുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5-6 മാസമായിട്ടും അതിന് പോലുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, നഴ്സറി 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുള്ള സ്കൂളിൽ 1000 ചില്ലാനും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ആണ് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നത്. റോഡ് പുതുക്കി നിർമ്മിച്ചതോട് കൂടിയിട്ട് ധാരാളം പേര് വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികളെ സൈഡിൽ വാഹനം ഒതുക്കി നിർത്തുകയും സൈക്കിളിൽ വരുന്ന കുട്ടികൾക്ക് ഇറങ്ങാനും വീഴാനൊക്കെ ധാരാളം സാഹചര്യം ഉണ്ടാകും. അത് അടിയന്തരമായിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണും. അപകടം പതിവായതിനെ തുടർന്ന് സ്കൂൾ വിടുന്ന സമയത്ത് അധ്യാപകർ റോഡിൽ ഇറങ്ങി നിന്നാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നത്. വലിയ ദുരന്തങ്ങൾക്ക് ഇടവരുത്തുന്നതിന് മുൻപ് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ആവശ്യപ്പെട്ടു. റോഡ് നന്നായി ഉയർത്തിയ കാരണം റോഡിന്റെ എഡ്ജ് വളരെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾ സൈക്കിളിൽ പോകുമ്പോഴാണെങ്കിലും പേരൻസ് കുട്ടികളെ വന്ന് കൊണ്ടുപോകുമ്പോൾ 2 വീലർ പ്രത്യേകിച്ച് വണ്ടി എടുക്കാനും ആക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. സീബ്ര ലൈൻ, കുട്ടികൾ റോഡ് ക്രോസ് 2ഉം സ്കൂൾ അടുത്തായ കാരണം വളരെയധികം കുട്ടികളാണ് വരുന്നത്. നിർമ്മാണം കഴിഞ്ഞ് 2 ആഴ്ചയാകുമ്പോഴേക്കും കൾവർട്ടിന്റെ വശങ്ങൾ ഇടിഞ്ഞു താണിരുന്നു. ഇത് സംബന്ധിച്ച് TCB വാർത്ത നൽകിയതിനെ തുടർന്ന് നേരെയാക്കിയെങ്കിലും വീണ്ടും പഴയപടിയായി. ഇതും അപകട സാധ്യത ഇരട്ടിയാക്കുന്നുണ്ട്. അതേസമയം വശങ്ങളിലെ താഴ്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. താമരപ്പള്ളി ഭാഗത്തു നിന്ന് പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴേക്കും മഴയാണ് തടസ്സമായത്. മഴ മാറുന്ന മുറയ്ക്ക് പ്രവർത്തികൾ പൂർണ്ണമാകുമെന്നും അധികൃതർ അറിയിക്കുന്നു. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. TCV ഗുരുവായൂർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവന്റെ മാലയാണ് കവർന്നത്. സ്കൂട്ടറിൽ വന്ന 2 പേരാണ് വീട്ടിൽ കയറി കവർച്ച നടത്തിയത്. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗമാണ് പൊട്ടിച്ചെടുത്തത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SHO ജയപ്രദീപ്, സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുത്തകല്ല് ഒലക്കെങ്കിൽ ഔസേപ്പ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. പനി ബാധിതയായിരുന്നു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ വെച്ചായിരുന്നു സംഭവം. കുഴഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടുകാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റവിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലൈല കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. രാവിലെയായിരുന്നു ദർശനം. ദർശനശേഷം തുലാഭാര വഴിപാടും നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം മനോജ് B. നായർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കരട് വോട്ടർ പട്ടികയിന്മേലുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 7 ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അറിയിച്ചു. കോടാലി പൂവാലിത്തോട് പാലത്തിന് സമീപം മുരിക്കുങ്ങളിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്
ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയാകുന്നു. സർവീസ് സ്റ്റേഷൻ മുരിക്കുങ്ങൽ റോഡിലെ കൽവർട്ട് പാലത്തിനോട് ചേർന്നാണ് ടാറിട്ട റോഡിൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. മുരിക്കുങ്ങൽ താളൂപ്പാടം മുപ്ലി പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കോടാലിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നിന്ന് മുരിക്കുങ്ങൽ ഭാഗത്തേക്ക് തിരിയുന്ന റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കൈത്തോടിന് കുറുകെയുള്ള ചെറിയ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ലാബിനോട് ചേർന്നാണ് ഗർത്തമുണ്ടായിട്ടുള്ളത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനായി ഇതിനു ചുറ്റും കല്ലുകൾ സ്ഥാപിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. മുൻപും ഇവിടെ റോഡരികിലെ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഉണ്ടായിരുന്നു. റോഡിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ മറ്റത്തൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെത്തി അപകടാവസ്ഥയിലുള്ള റോഡ് പരിശോധിച്ചതായും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അറിയിച്ചു. ഇവിടുത്തെ ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. ഏകദേശം ഒരു 25 വർഷം പഴക്കമുള്ളൊരു പാലവും അതിനോടനുബന്ധിച്ചുള്ള റോഡാണ്. പാലത്തിനോട് ചേർന്നാണ് ഇവിടെ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ട് ഇവിടെ നിരോധിച്ച് അതിനുശേഷം ഇത് നിർമ്മാണങ്ങൾ ഇതുമായിട്ടുള്ള ഇതിന്റെ ഈ കുഴി അടച്ച് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രം വാഹനങ്ങൾ ഓടിപ്പിച്ചാൽ മതി എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവർ നോക്കി പോയിട്ടുണ്ട്. ഉടനെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. TCV ന്യൂസ് കൊടകര. 15 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം 13 വർഷം തടവിനും ശിക്ഷിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സഞ്ജീവനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള ARD 188-2049 എന്ന നമ്പറിലുള്ള റേഷൻ കടയിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. റേഷൻ കടയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വൻ ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ടെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഗോതമ്പ്, അരി എന്നിവയുടെ വിതരണത്തിൽ വൻ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. 12 ചാക്ക് അരിയും 12 ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അനാഥാലയത്തിൽ വെച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിപ്പോയി. വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവെച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി പ്ലാക്കൽ 79 വയസ്സുള്ള തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത്. തോമസും ഭാര്യ റോസിലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വെച്ച് മരിച്ച തോമസിന്റെ മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിൽ എത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു.
മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഉച്ചതിരിഞ്ഞ് എറവ് സെന്റ് തെരാസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. TC വിനോസ്, തൃശൂർ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശികളായ വടക്കൻ വീട്ടിൽ അഭിഷേക്, പടിയത്ത് വീട്ടിൽ സഞ്ജയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 10ആയി. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശിയായ യുവാവിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ട ബിൻഷാദ് ഉൾപ്പെടെ 8 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വാടാനപ്പള്ളി ഇൻസ്പെക്ടർ NB ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മണലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻസ് ഉത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ചയാണ് കടലശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപം മണലിപ്പുഴയിൽ നിന്ന് വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമ്മാപ്പള്ളി കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ദമ്പതികൾക്ക് പുറമെ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം. ദമ്പതികളുടെ മകൻ മനു ഏതാനും ദിവസമായി ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമായത്. പയ്യാക്കരയിൽ പാലസ് വില്ല പ്രൊജക്ട് ഉടമയാണ് വിജയകുമാർ. ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. BJP പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഷാജിമോൻ വട്ടേക്കാടിനെ 3ാം തവണയും നിയമിച്ചതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നിലവിൽ BJP പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് ഷാജിമോൻ വട്ടേക്കാട്. ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, റെയിൽവേയുടെ ചെന്നൈ ഡിവിഷൻ ബോർഡ് അംഗം, കേന്ദ്ര സോഷ്യൽ ജസ്റ്റിസ് മന്ത്രാലയത്തിന്റെ ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ അംഗം എന്നിങ്ങനെ നിരവധി പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾക്കും നേതാക്കൾക്കുമെതിരെ EDയെ ആയുധമാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിശക്തമായ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളെന്ന് NCP-S സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ അഭിപ്രായപ്പെട്ടു. NCP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ NCP-S തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ EA ദിനമണി, വിശാലാക്ഷി മല്ലിശ്ശേരി, NYC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ്. റോഡ് തടഞ്ഞതോടെ നിരവധി വാഹന യാത്രക്കാർ ദുരിതത്തിലായി. ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. കരാറുകാരനുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന ധാരണയിൽ എത്തി. കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA പോളി, പരിസ്ഥിതി പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്ത് എന്നിവരും പ്രതിഷേധ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടട് പാലം വഴി മാർക്കറ്റ് വഴി വന്നു ചേരുന്നത്. മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്നത് ആൾക്കാർ ഇതിലാണ്. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു, ജയമ്പട്ടത്ത് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പീരീഡ് തീർന്നതിന് ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി. വളരെയധികം സന്തോഷം. ശക്തമായ മഴയിൽ 20 അടി ഉയരമുള്ള മതിലിടിഞ്ഞു. എളവള്ളി പാറ തിണ്ടിയത്ത് വിമലയുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മതിലാണ് ഇടിഞ്ഞത്. ഇതോടെ വിമലയുടെ വീടും അപകട ഭീഷണിയിലായി. തിണ്ടിയത്ത് തറവാട് ക്ഷേത്രത്തിനും ചുറ്റുമതിലിനും കേടുപാടുകൾ സംഭവിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എളവള്ളി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി.
ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി. നിലമ്പൂർ സ്വദേശി പുലത്തുവീട്ടിൽ ഷിബിനെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് നിലമ്പൂർ നിന്നും അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് പിളർന്നു. ബ്ലോക്ക് നേതൃത്വവുമായി അകൽച്ചയിലായ നേതാക്കളാണ് സമാന്തര യോഗം ചേർന്നത്. KN സജീവൻ, PV രമണൻ, ദിലീപ് ഖാദി, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ, TP നമ്പൂതിരി, ജോപി മങ്കിടിയാൻ, വേണുഗോപാൽ, സേവ്യർ പങ്കേത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാന്തര യോഗം ചേർന്നത്. 30ഓളം ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തതായി പുതിയ ഗ്രൂപ്പ് നേതൃത്വം അവകാശപ്പെട്ടു. ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ഗ്രൂപ്പിന്റെ ശക്തി തെളിയിക്കുന്നതിനും അർഹമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് യോഗം കൂടിയതെന്നും നേതാക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. VS ഇനി ജ്വലിക്കുന്ന രക്തതാരകം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു. വിപ്ലവ സൂര്യന് അന്ത്യയാത്രയേകാൻ എത്തിയത് 10,000. റോഡ് വികസനത്തിന് 10 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടും വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ച വയോധികയായ വീട്ടമ്മയോട് അധികൃതരുടെ ക്രൂരത. വലക്കാവ് ചാലാമ്പാടം നിരപ്പിലാവുങ്കൽ സൂസമ്മ തോമസിനാണ് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വഴിയടച്ചത്. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേനടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. കർക്കിടക വാവുബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു. അമ്പലത്തിങ്കൽ വീട്ടിൽ ശാരദയുടെ 1.5 പവന്റെ മാലയാണ് കവർന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.